Welcome to Universal YouTube channel. USMO Universal Science and Math Olympiad class 6th ആവശ്യമുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 46,842 in numerals. ഓപ്ഷൻസ് ആയിട്ട് 46428, 46248 ഉണ്ട്, 46842, 64824. അതായത് 46,842 അക്കത്തിൽ എഴുതുക. ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ നമുക്കറിയാം, യൂണിറ്റ്സ് പ്ലേസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു നമ്പറിൽ നമുക്കറിയാം യൂണിറ്റ്സ് പ്ലേസ് ഉണ്ടാകും, അല്ലെ ഹൺഡ്രഡ്സ് പ്ലേസ് ഉണ്ടാവും, അതായത് യൂണിറ്റ്സ് പ്ലേസ് ഉണ്ട്, ഹൺഡ്രഡ്സ് പ്ലേസ് ഉണ്ട്, യൂണിറ്റ്സ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ്. അതായത് യൂണിറ്റ്സ് പ്ലേസ് ഉണ്ട്, ടെൻസ് പ്ലേസ് ഉണ്ട്, ഹൺഡ്രഡ്സ് പ്ലേസ് ഉണ്ട്, തൗസൻഡ്സ് പ്ലേസ് ഉണ്ട്, അതേപോലെ തന്നെ 10,000 പ്ലേസ്, 10,000 ഇങ്ങനെയുള്ളത്. ഇതില് യൂണിറ്റ്സ് പ്ലേസിൽ നമുക്കറിയാം, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും 46,842 ആണ്. അപ്പം യൂണിറ്റ്സ് പ്ലേസിൽ 2 ആണുള്ളത്. 2 ടെൻസ് പ്ലേസിലുള്ളത് 42 ആണ്, അതായത് 42 4 വരും. 100 പ്ലേസിൽ 800 ആണ്, 800 അപ്പോൾ 8 ആണുള്ളത്. അതേപോലെ തന്നെ തൗസൻഡ്സ് പ്ലേസ് 46,000 ആണ്, തൗസൻഡ്സ്. അപ്പോൾ 1000 പ്ലേസിൽ 46, ഈ 10,000 നമുക്ക് എന്ത് ചെയ്യാം, 46 എന്ന് എഴുതാം. ഇതായിരിക്കും ആൻസർ. 46842 ആയിരിക്കും റിക്വയർഡ് ആൻസർ. അങ്ങനെയുള്ള ഓപ്ഷൻ നമുക്ക് 46842 സി ആണ് കറക്റ്റ് ആൻസർ. 46,842 ആയിരിക്കും. അപ്പോൾ ഇതാണ് യൂണിറ്റ്സ് പ്ലേസ്. 2 ആണ് യൂണിറ്റ്സ് പ്ലേസ്. ഇത് ടെൻസ് പ്ലേസ് ആണ്, ഇത് ഹൺഡ്രഡ്സ് പ്ലേസ് ആണ്, ഇത് തൗസൻഡ്സ് പ്ലേസ് ആണ്. ഈ 46 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞത് 10,000 ആണ്. 40 10,000 സോറി 4 10,000 10,000 പ്ലേസിൽ 4 ആണ് വരുന്നത്. ഓക്കെ, സോ 46,842 അഥവാ സി ആണ് കറക്റ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം മക്കളെ. There are 2 line segments in the figure below. Which one of the following is known as the longest chord of the circle? ചിത്രത്തിൽ 2 രേഖാഖണ്ഡങ്ങളുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാണ് എന്നാണ് ചോദിച്ചത്. അതായത് ഈ കോഡ് നമ്മൾ നമുക്കറിയാം, ലാർജസ്റ്റ് കോഡ്, ഒരു സർക്കിളിലുള്ള ഏറ്റവും വലിയ ഞാണ് ആരാന്ന് ചോദിച്ചാൽ അത് ഡയമീറ്റർ ആയിരിക്കും. ആ വൃത്തത്തിന്റെ ഡയമീറ്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് CD ആണ് ലാർജസ്റ്റ് കോഡ്. ലോങ്സ്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ അപ്പം so longest chord of the circle എന്ന് പറയുന്നത് that's diameter. Circle is diameter. That means radius ന്റെ ഡബിൾ ആണ്. ഇതിൽ ഡയമീറ്റർ ആരാന്ന് വെച്ചാൽ അത് CD. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സെൻട്രലിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ഞാണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയമീറ്റർ എന്ന് വിളിക്കുക. സോ CD ആണ് ആൻസർ. ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? ബി ആണ് ആൻസർ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഞാണ് ഏതാന്ന് വെച്ചാൽ CD is the largest chord. സോ റെഡി മക്കളെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. A bicycle wheel has 48 spokes. Then find the angle between a pair of 2 consecutive spokes എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻസ് ആയിട്ട് 5.5 ഉണ്ട്, 7.5 ഉണ്ട്, 2/11 ഉണ്ട്, 2/15 ഡിഗ്രി. ഒരു സൈക്കിൾ ചക്രത്തിൽ 48 ആരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അടുത്തടുത്ത 2 ആരങ്ങൾക്കിടയിലുള്ള കോൺ അളവ് എത്രയാണെന്ന ചോദ്യം. നമുക്കറിയാം, ബൈസിക്കിൾ എന്ന് ഉദ്ദേശിച്ച് ബൈസിക്കിൾ വീലിനെ നമുക്കൊരു സർക്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ബൈസിക്കിൾ വീൽ മീൻസ്, ബൈസിക്കിൾ വീൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ബൈസിക്കിൾ വീൽ ഈസ് കൺസിഡേർഡ് ആസ് സർക്കിൾ. സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഓരോ സ്പോക്സിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ചോദിച്ചത്. അഡ്ജസൻറ്റ് സ്പോക്സ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ചോദിച്ചത്.
സോ നമുക്കറിയാം ഒരു സർക്കിൾ മെഷേഴ്സ്, ഒരു ഫുൾ സർക്കിൾ അല്ലെ കംപ്ലീറ്റ് സർക്കിൾ 360 ഡിഗ്രിയാണ്. വൺ കംപ്ലീറ്റ് സർക്കിൾ എന്ന് പറയുമ്പം 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിനെ 48 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. സോ ആംഗിൾ adjacent or angle between two spokes, angle between two adjacent spokes എന്ന് പറയുമ്പോൾ അതായത് ടോട്ടലായിട്ട് 48 ഡിവിഷൻ. ടോട്ടൽ ഡിവിഷൻ എത്രയാണ്? ടോട്ടൽ ഡിവിഷൻ 48 ആണ്. ടോട്ടൽ ഡിവിഷൻ എത്ര മക്കളെ? 48 ആണ്. അപ്പം 360 ഡിഗ്രി ഡിവൈഡ് ബൈ 48 ആണ് ചെയ്യേണ്ടത്. 36, അതായത് 360 ഡിവൈഡ് ബൈ 48 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് 7.5 ഡിഗ്രി കിട്ടുക. 360 ഡിവൈഡ് ബൈ 48 എന്ന് പറയുമ്പോൾ 7.5 ഡിഗ്രി കിട്ടും, അഥവാ 7.5 ഡിഗ്രി ആയിരിക്കും ആൻസർ. സോ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് രണ്ട് സ്പോക്സുകൾ, അഡ്ജസൻറ്റ് സ്പോക്കുകൾ തമ്മിൽ, അതായത് അടുത്തടുത്തുള്ള ആരങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ കോൺ എത്രയാണെന്ന് വെച്ചാൽ 7.5 ഡിഗ്രി ആയിരിക്കും. 7.5 ഡിഗ്രി ആയിരിക്കും. അതായത് ഫുൾ സർക്കിൾ 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ബൈസിക്കിളിൻ്റെ വീൽ എനിക്കൊരു സർക്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് സർക്കിളാണ്. അപ്പം ഒരു കംപ്ലീറ്റ് സർക്കിൾ 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രിനെ 48 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോൾ 360/48 അഥവാ 7.5 ഡിഗ്രി ആയിരിക്കും ഓരോ അഡ്ജസൻറ്റ് സ്പോക്കുകൾ തമ്മിൽ, അടുത്തടുത്തുള്ള ഈ ആരങ്ങൾ തമ്മിലുള്ള കോണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം മക്കളെ. വിച്ച് സിറ്റുവേഷൻ കുഡ് ബി ദ ബെസ്റ്റ് റെപ്രസെൻറ്റഡ് ബൈ -60? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സന്ദർഭത്തെയാണ് -60 കൊണ്ട് സൂചിപ്പിക്കാൻ കഴിയുന്നത്? നിലത്തു നിന്നും 60 മീറ്റർ ഉയരം, ഒരു ബാങ്കിൽ 60 രൂപ ലാഭം, 60 ഗോളിന് തോൽവി, 60 വർഷത്തിന് ശേഷമുള്ള സമയം. അതായത് ഹൈറ്റ് ഓഫ് 60 മീറ്റർ അബവ് ദ ഗ്രൗണ്ട്, പ്രോഫിറ്റ് ഓഫ് ₹60 ഇൻ എ ബാങ്ക്, ലോസ്റ്റ് ബൈ 60 ഗോൾസ്, എ ടൈം ആഫ്റ്റർ 60 ഇയേഴ്സ്. അതായത് -60 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ, അതായത് നമ്മൾ ലോസ് ആയതിന് തുല്യമായിട്ടാണ്. നമ്മൾ സി ആണ് കറക്റ്റ് ആൻസർ. ലോസ്റ്റ് ബൈ 60 ഗോൾസ് ആണ് നമുക്ക് അതിൽ ഈ പറഞ്ഞതിൽ -60 വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. തന്നെ വേണമെങ്കിൽ ചിലപ്പം ഹൈറ്റ് ഓഫ് 60 മീറ്റർ അബവ് ദ ഗ്രൗണ്ടിന് പകരം നമുക്ക് വേണം പറയാം ഡെപ്ത് ഫ്രം ദ ഗ്രൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് -60 വെച്ച് പറയാമായിരുന്നു. ഇനി പ്രോഫിറ്റിന് പകരം ലോസ് ഓഫ് ₹60 ഇൻ എ ബാങ്ക് ആണെങ്കിൽ അതിനെ നമുക്ക് -60 വെച്ച് പറയാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടൈം തന്നെ ബിഫോർ, ഒരു ടൈമിന് തന്നെ നമുക്ക് ബിഫോർ 60 ഇയേഴ്സ്, അതായത് നമ്മൾ തന്നിരിക്കുന്ന 60 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് വേണം -60 വെച്ച് കാണിക്കാമായിരുന്നു. ഈ കേസിൽ നമുക്ക് സി അഥവാ ലോസ്റ്റ് ബൈ 60 ഗോൾസ് ആണ്. 60 ഗോളിനുള്ള തോൽവിയാണ് നമുക്ക് -60 വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്. സോ സി ആണ് മക്കളെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് 63.3605 ഈക്വൽ ടു 6a + 3b + 3c + x/d + 5e, then the value of 4a + 7b + 6c + d + 3 is. അതായത് 47.6003, 4.7603, 147.6003, 47.603. അപ്പോൾ ഇതിൽ ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. അതായത് 63.3605 ആണ്. അതിന് അവർ പറഞ്ഞ അനുസരിച്ച് 6a + 3b + 3c + x/d + 5e ആണ്. നമുക്കറിയാം ഇത് നമ്മൾ ഏതുപോലെയാണ് ഹൺഡ്രഡ്സും യൂണിറ്റ്സ് പ്ലേസും 1000 പ്ലേസും 10s പ്ലേസും പറയുന്ന പോലെ തന്നെയാണ്. ഈ 6a നമുക്ക് 6 × 10 എന്ന് എഴുതാം. പ്ലസ് 3b എന്ന് പറയുമ്പോൾ 3 × 1 എന്ന് എഴുതാം. അപ്പോൾ 63, 60ഉം 3ഉം കൂടി വിട്ട് 63 പ്ലസ് 3c ആണ്. അതിനെ നമുക്ക് 3 × 1/10 എന്ന് എഴുതാം. അപ്പോൾ 63.3 ആവും. 3/10 എന്ന് പറയുമ്പോൾ 0.3 അപ്പോൾ 63.3 പിന്നെ 0.36 ആണ്. അപ്പം 6 കിട്ടണമെങ്കിൽ നമുക്ക് ഈ 6 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 6/100 എന്ന് എഴുതാം. 6/100 ആണ്. അതേപോലെ തന്നെ 5 × കിട്ടണമെങ്കിൽ 1/1000 പോരാ, 1/10,000 വേണ്ടി വരും.
കാരണം 5/10,000 ആണ് 0.0005 വരിക. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എ ആരാന്ന് കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് ഇതിനെ നമ്മൾ ഇതിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വില ഇത് ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ 63.3605. അപ്പോൾ എ കമ്പയർ ചെയ്യുമ്പോൾ 10 ബി എന്ന് പറഞ്ഞത് 1, സി എന്ന് പറഞ്ഞത് 1/10, ഡി എന്ന് പറഞ്ഞത് 100, ഇ എന്ന് പറഞ്ഞത് 1 എത്ര ആയിരിക്കും 10,000 ആയിരിക്കും, 1/10,000 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ല, കണ്ടുപിടിക്കേണ്ടത് 4a plus 7b plus 6c plus d plus 3e ആണ്. So this answer will be 4 into 10 plus 7 into 1 plus 6 into 1/10 plus d എന്ന് പറഞ്ഞാൽ 100 plus 3 into 1/10,000. So answer will be 100ഉം 40ഉം 147 ആയി. 147 plus 6/10 plus എത്ര ആയിരിക്കും മക്കളെ 3/10,000 ആണ്. So 147.6003 ആയിരിക്കും. So this will be the answer 147.6003. ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? അങ്ങനെയുള്ള ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? സി ആണ് കറക്റ്റ് ആൻസർ. 147.6003 അഥവാ കറക്റ്റ് ആൻസർ സി is the correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. One change in percentage is made in the area of rectangle by decreasing its length and increasing its breadth by 5%. 2.5% increase, 0.25% increase, 0.25% decrease, 2.5 decrease percentage. ഒരു ചതുരത്തിന്റെ നീളം വീതി യഥാക്രമം 5% കുറക്കുകയും കൂട്ടുകയും ചെയ്തപ്പോൾ അതിന്റെ പരപ്പളവിലുണ്ടായ മാറ്റം ശതമാനത്തിൽ കണക്കാക്കുക. നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനുള്ള മാർഗം ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ന്യൂ ലെങ്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 5% ഡിക്രീസ് ചെയ്തു. അതായത് എൽ മൈനസ് എന്തായിരിക്കും 5% ഓഫ് എൽ ആ. ഇറ്റ് മീൻസ് എൽ മൈനസ് 5l/100 ദാറ്റ് ഈസ് 100l minus 5l 95l/100 ആണ്. ദാറ്റ് ഈസ് 0.95l ആണ്. എങ്കിൽ വിഡ്ത്ത് ആണെങ്കിൽ ന്യൂ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബി പ്ലസ് 5% ഓഫ് ബി ആണ്. ദാറ്റ് ഈസ് ബി പ്ലസ് 5/100 ബി ആണ്. ദാറ്റ് ഈസ് 105b/100 വരും. ദാറ്റ് ഈസ് 1.05 ബ്രെഡ്ത്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മളോട് പറഞ്ഞ എന്താ ന്യൂ ഏരിയ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 0.95l ഇൻറ്റു 1.05 ബ്രെഡ്ത്ത് ആയിരിക്കും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.95 ഇൻറ്റു 1.05 ഇൻറ്റു 0.95 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുക ദാറ്റ് ഈസ് 0.9975 ആയിരിക്കും. ഇറ്റ് ഈസ് 0.9975 LB എന്ന് കിട്ടും. സോ ഇതാണ് ന്യൂ ഏരിയ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഏരിയ, ചേഞ്ച് ഇൻ ഏരിയ ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുമ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ കണ്ടുപിടിക്കാനുള്ള മാർഗം ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻറ്റു 100 ഒറിജിനൽ ഏരിയ ഇൻറ്റു 100 ആയിരിക്കും. ദാറ്റ് മീൻസ്
ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ന്യൂ ഏരിയ ഇതാണ്. സോ ചേഞ്ച് ഇൻ ഏരിയ എന്തായിരിക്കും? ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഏരിയയിൽ ഉണ്ടാകുന്ന ഡിക്രീസ് ഉണ്ട്. ചേഞ്ച് ഇൻ ഏരിയ അതായത് ടോട്ടൽ ഏരിയ എൽ ബിയിൽ നിന്ന് 0.9975 എൽ ബി 0.9975 എൽ ബി മൈനസ് ചെയ്യുമ്പോൾ 0.0025 കിട്ടും. ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ എൽ ബി മൈനസ് 0.9975 എൽ ബി ദാറ്റ് ഈസ് എത്രയായിരിക്കും? 0.0025 എൽ ബി. സോ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും മക്കളെ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 0.0025 എൽ ബി ബൈ എൽ ബി ഇൻറ്റു 100. സോ ക്യാൻസൽ ചെയ്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 0.25% എന്നാ കിട്ടുക. അത്ര എന്താ സംഭവിക്കുക? ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഡിക്രീസ് 0.25% ഡിക്രീസ് ആണ് ചെയ്യുക. ദാറ്റ് മീൻസ് സി ആണ് കറക്റ്റ് ആൻസർ. സോ ഏതായിരിക്കും മക്കളെ ആൻസർ? സി ആണ്. 0.25% ഡിക്രീസ് ആണ് ചെയ്യുക. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സാലറീസ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 8:3 and salaries of B and C are in the ratio 5. Salaries of A, B and C in the form of a ratio. അപ്പോൾ അങ്ങനെ ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ റേഷ്യോ കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഇതിൽ എഴുതണമെങ്കിൽ A:B എന്ന് പറഞ്ഞത് നമുക്ക് തന്നിരിക്കുന്നത് 8:3 ആണ്. അഥവാ A/B എന്ന് പറയുമ്പോൾ 8/3 ആണ്. അതേപോലെ B:C ആണ് 5:12. അങ്ങനെ പറഞ്ഞാൽ B/C എന്ന് പറഞ്ഞത് 5/12 ആണ്. നമ്മൾ റേഷ്യോ എങ്ങനെ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ റേഷ്യോ 3 ഇതാണെങ്കിൽ ഇതെല്ലാം സെയിം ഡിനോമിനേറ്റർ ആവണം. അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ഞാൻ എന്ത് ചെയ്തു? കോമൺ ആയിട്ടുള്ളൊരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഇവിടെ ഞാൻ 5 കൊണ്ട് മോളും താലും മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ഇവിടെ 3 കൊണ്ട് മോളും താലും മൾട്ടിപ്ലൈ ചെയ്തു. അതിനുകൊണ്ട് 3 കൊണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം അങ്ങനെ ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് ബിയുടെ വില 15 ആയി. അതായത് ഏതെങ്കിലും ഒരാളുടെ വാല്യൂ നമ്മൾ സെയിം ആക്കണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? A/B എന്ന് പറയുന്നതിന് A/B എന്ന് പറഞ്ഞത് എന്തായി മാറും മക്കളെ? ദാറ്റ് ഈസ് 40/15 ആവും. 40/15. B/C എന്ന് പറഞ്ഞത് 15/36 ആവും. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റേഷ്യോസ് എല്ലാം കൂടി നമുക്ക് ഈ കമ്പയർ ചെയ്യാൻ പറ്റും. സോ A:B:C എന്ന് പറഞ്ഞത് 40:15:36 എന്ന് വിളിക്കാം. അപ്പോൾ ഏതായിരിക്കും മക്കളെ ഓപ്ഷൻ? ഡി ആണ് ആൻസർ. 40:15:36 ആയിരിക്കും. സോ ദാറ്റ്സ് ആൻസർ. ഏതായിരിക്കും മക്കളെ? ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ എക്സ്പ്രഷൻ. x + 1/2 - x/3 12 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1/2 മൈനസ് x/3 ആണ് 12 എങ്കിൽ എക്സ് മൈനസ് x/3 ആണ് 12 - 1/2. സോ 3x മൈനസ് x/3 ആണ് 24 - 1/2 എന്ന് വരിക. ഇറ്റ് ഈസ് 2x/3 ആണ് 23/2. സോ 2x ഈക്വൽ ടു 23 × 3/2. ആ 2 കൂടി ഇതാവുമ്പം എക്സ് ഈക്വൽ ടു 69/4 എന്ന് വരും. സോ ഈ 69/4 ഞാനൊന്ന് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ 69/4 ആണെങ്കിൽ ഒരു തവണ പോകുമ്പോൾ 4 റിമൈൻഡർ 29. 29 എത്ര പ്രാവശ്യം പോകും? ദാറ്റ് മീൻസ് 8 times 4 7s are 28. റിമൈൻഡർ 1 വരും. ദാറ്റ് മീൻസ് ഇത് ആർക്ക് തുല്യ? 17 1/4 തുല്യമാണ്. 17.4 തുല്യമായിരിക്കും ആര്? 17. കാരണം റിമൈൻഡർ 1 ആണ്, ഡിവൈസർ 4 ആണ്. അപ്പം 17 1/4 ആണ് ആക്ച്വലി 69/4 എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ബി ആണ് കറക്റ്റ് ആൻസർ. ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സിൻ്റെ വില ഏതാണെന്ന് വെച്ചാൽ എക്സിൻ്റെ 17.4 ആയിരിക്കും. 17 1/4 ഇസ് ദ റിക്വയർഡ് ആൻസർ. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ നിങ്ങൾ
USMOക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ചെയ്ത് നോക്കേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ എക്സാം നല്ല ഉഷാറായിട്ട് എഴുതുക. ഓക്കെ, സോ താങ്ക് യു.